Hi everyone, welcome to another session of forensic photography. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഒരു ക്രൈം സീൻ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ക്രൈം സീൻ ഫോട്ടോഗ്രാഫി കിറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ there are so many items in the photographic kit. So camera ഉണ്ട്, പിന്നെ സ്കെയിൽസ് ഉണ്ട്, അതുപോലെ ഫ്ലാഷ് ഉണ്ട്, ട്രൈപോഡ്, അതുപോലെ ഒരുപാട് ഐറ്റംസ് എവിടെയുണ്ട്. പിന്നെ ഇതുപോലത്തെ എവിഡൻസ് കാർഡുകളുണ്ട്. ഇതെല്ലാം ഒരു ഫോറൻസിക് ഫോട്ടോഗ്രാഫിക് കിറ്റിൽ, ക്രൈം സീൻ ഫോട്ടോഗ്രാഫിക് കിറ്റിൽ ഉണ്ടാവുന്ന ഐറ്റംസ് ആണ്. സോ വൺ ബൈ വൺ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. സോ ഫസ്റ്റ് വൺ ഈസ് ക്യാമറ, ദെൻ നോർമൽ ലെൻസ് ഉണ്ടായിരിക്കും, വൈഡ് ആംഗിൾ ലെൻസ്, then close-up lens or close-up accessories, then filters, electronic flash, index card and felt pen, flashlight, gray card, 18% gray card, then radio trigger, additional camera and electronic flash series, tripod, digital storage card, photo log, notebook and pen, then scales and tape measures, then ABFO #2 scale, then angle finder, color chart or color control patches. So ഇത്രയും ഐറ്റംസ് ആയിരിക്കും മെയിൻ ആയിട്ട് ക്രൈം സീൻ ഫോട്ടോഗ്രാഫി കിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഏതൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ ക്യാമറ. സോ ക്യാമറയുടെ കേസിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി ക്യാമറ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിഡൻസ് ഫോട്ടോഗ്രാഫിക്ക്. അപ്പോൾ ക്രൈം സീൻ ഫോട്ടോഗ്രാഫേഴ്സ് ദേ ഹാവ് ടു യൂസ് ഹൈ ക്വാളിറ്റി ഡിജിറ്റൽ ക്യാമറ. സോ വി ക്യാൻ യൂസ് SLR, DSLR, ആ ടൈപ്പ് ക്യാമറാസ് ഒക്കെയാണ് യൂസ് ചെയ്യുക. സോ ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 10 മെഗാപിക്സൽ ആൻഡ് മാനുവൽ എക്സ്പോഷർ സൈറ്റ്. അതുപോലെ തന്നെ ഒരുപാട് വേരിയസ് കസ്റ്റം സെറ്റിങ്സ് ഉണ്ടായിരിക്കണം അതിൽ, ലൈക്ക് ഫീൽഡ് ഓഫ് ISOയിൽ, ലൈക്ക് സെൻസിറ്റിവിറ്റി, അതുപോലെ തന്നെ ഫോക്കസിങ് സോണ്, എക്സ്പോഷർ മോഡ്സ്, ബ്രാക്കറ്റിംഗ് മോഡ്സ്, പിന്നെ വൈറ്റ് ബാലൻസ്, ഡിലേ ടൈമർ, മിറർ ലോക്ക്, റേഡിയോ ട്രിഗർ, പിന്നെ അപ്പർച്ചർ, സ്റ്റെപ്പ് അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, ഇതൊക്കെ മാനുവൽ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് വേരിയസ് ഇതൊക്കെ കസ്റ്റംലി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റം സെറ്റിങ്സ് ഉള്ള ക്യാമറ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ the body of the camera should be sturdy and water resistant. വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാമറ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ബിക്കോസ് നമുക്ക് അറിയാൻ പറ്റില്ല, ക്രൈം സീൻ ഫീൽഡിലേക്കൊക്കെ നമ്മൾ പോകേണ്ടി വരും. സോ വൾണറബിൾ ആയിരിക്കും സിറ്റുവേഷൻ, ഏതൊക്കെ സിറ്റുവേഷനിൽ പോകണമെന്ന് അറിയില്ല. അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് എവിഡൻസ് കളക്ഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് എവിഡൻസ് ഫോട്ടോ എടുക്കാനായിട്ട് ചിലപ്പോൾ വെള്ളത്തിലൊക്കെ പോകേണ്ടി വരാം. അതുകൊണ്ട് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാമറാസ്, ഹൈ ക്വാളിറ്റി ഉള്ള ക്യാമറാസ് വേണം യൂസ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ലൈക്ക് കസ്റ്റം സെറ്റിങ്സ് ഉള്ള ക്യാമറ വേണം യൂസ് ചെയ്യണമെങ്കിൽ. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറയാണ് SLR ക്യാമറ. ദെൻ ദാറ്റ് ഈസ് അബൌട്ട് ക്യാമറ. സോ ഇറ്റ് ഷുഡ് ബി ഹൈ ക്വാളിറ്റി. ഞാനിവിടെ വേണമെങ്കിൽ എഴുതാം. ക്യാമറേന് മെയിൻ ആയിട്ടുള്ള 2 ക്വാളിറ്റി എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ആയിരിക്കണം, ഡിജിറ്റൽ ക്യാമറ, അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. എന്തിനാ വാട്ടർ റെസിസ്റ്റൻ്റ് ആവുന്നത്? വാട്ടർ റെസിസ്റ്റൻ്റ് ആവുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈക്ക് വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക്, വേരിയബിൾ സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകേണ്ടി വരും. നീഡ് ഇമീഡിയറ്റ് ആക്ഷൻ ഫോർ കളക്ഷൻ ഓഫ് എവിഡൻസ്. സോ ആ കേസുകളിലൊക്കെ നമുക്ക് വാട്ടറിലൊക്കെ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കേണ്ട സമയത്ത് if it is not water resistant then camera can damage. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാമറ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് നോർമൽ ലെൻസ്. സോ നോർമൽ ലെൻസ് ആണ് ബെസ്റ്റ്. നോർമൽ ലെൻസ് പ്രൊവൈഡ്സ് ദി ബെസ്റ്റ് പെർസ്പെക്റ്റീവ് ഓഫ് മോസ്റ്റ് ഫോട്ടോഗ്രാഫ്സ്. ആൻഡ് മെയിൻ ആയിട്ട് നോർമൽ ലെൻസ് എന്ന് പറയുമ്പോൾ 50 mm ലെൻസ് ആണ്. നോർമൽ ലെൻസ് എന്ന് പറഞ്ഞാൽ 50 mm ലെൻസിനെയാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്, 50 mm ലെൻസ്. സോ ഹിയർ ഓൾസോ ഇറ്റ്സ് ലൈക്ക് 50 mm. So 50 mm lens is considered as normal lens and lens for a 35 mm format SLR camera. So 35 mm ഇത് 35 mm ഫിലിം ഉള്ള ഒരു SLR ക്യാമറയാണ്.
ഈ 35mm ക്യാമറയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയുന്നത് 50mm ആയിട്ടുള്ള ലെൻസ് ആയിരിക്കും. 50mm ആണ് നോർമൽ ലെൻസിൽ മെയിൻ ആയിട്ട് പറയുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് നോർമൽ ലെൻസ്. Normal lens provides the best perspective for most photographs, and a 50mm lens is considered as normal lens in a 35mm format SLR camera. So, ഒരു 35mm SLR ക്യാമറയിൽ നമ്മൾ 50mm ആണ് ലെൻസിന്റെ നോർമൽ ലെൻസ് ആണെന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് നോർമൽ ലെൻസ്. അടുത്തതാണ് വൈഡ് ആംഗിൾ ലെൻസ്. സോ ഇതൊക്കെ ഫോട്ടോഗ്രാഫി കിറ്റിലുള്ള ആക്സസറീസ് ആണ്. ഒന്ന് ക്യാമറയ്ക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ലെൻസസ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ലെൻസ് ആണ് നോർമൽ ലെൻസ്, രണ്ടാമത്തെ ലെൻസ് ആണ് വൈഡ് ആംഗിൾ ലെൻസ്. സോ ഇതാണ് വൈഡ് ആംഗിൾ ലെൻസ്. വൈഡ് ആംഗിൾ ലെൻസ് കാണാനായിട്ട് പറ്റും എന്തൊരു വ്യത്യാസം. So a wide angle lens is used for taking pictures in small rooms or other compact areas. അതുപോലെ തന്നെ 28 to 35mm ലെൻസിനെയാണ് വൈഡ് ആംഗിൾ ലെൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നോർമൽ ലെൻസ് ആയിട്ട് 50mm കൺസിഡർ ചെയ്യുന്നത്. വൈഡ് ആംഗിൾ ലെൻസ് ആയിട്ട് 28 to 35mm ലെൻസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് ഈ എന്താ പറയുക സ്മോൾ റൂംസിലും അതല്ലെങ്കിൽ അതുപോലെ കോമ്പാക്ട് ഏരിയാസിലൊക്കെ ഉള്ള ഫോട്ടോസിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് വൈഡ് ആംഗിൾ ലെൻസ് യൂസ് ചെയ്യുന്നത്. സോ ഈ 35mm SLR ക്യാമറയിൽ ഉള്ള വൈഡ് ആംഗിൾ ലെൻസ് ആണ് 28 to 35mm ലെൻസ്. ഇത് വൈഡ് ആംഗിൾ ലെൻസ് യൂസ് ചെയ്തിട്ട് എടുത്ത പിക്ചേഴ്സ് ആണ്. അതിന്റെ എങ്ങനെയാണ് പിക്ചേഴ്സ് ഇരിക്കുന്നതെന്ന് നമുക്ക് ഈ ഫോട്ടോയിൽ കാണാനായിട്ട് പറ്റും. സോ അടുത്തതാണ് ക്ലോസപ്പ് ലെൻസ്. സോ നെക്സ്റ്റ് ക്ലോസപ്പ് ലെൻസ് ആണ്. ക്ലോസപ്പ് ലെൻസ് എന്ന് പറയുന്നത് most normal lenses do not focus closer than about 3 feet. So macro lens അല്ലെങ്കിൽ ക്ലോസപ്പ് ലെൻസ് ആവശ്യമുണ്ട് നോർമൽ ലെൻസിന് പകരം. അതായത് ഫോട്ടോഗ്രാഫ്സ് എടുക്കാനായിട്ട് സ്മോൾ എവിഡൻസുകളൊക്കെ ഫോട്ടോഗ്രാഫ്സ് എടുക്കാനായിട്ട് ക്ലോസപ്പ് ലെൻസ് അല്ലെങ്കിൽ മാക്രോ ലെൻസസ് ആവശ്യമുണ്ട്. കാരണം നോർമൽ ലെൻസസ് അത്രയും ഫോക്കസ് ചെയ്യാനായിട്ട് ക്ലോസർ ഒബ്ജക്ട്സിനെ ലൈക്ക് ഫോക്കസ് ചെയ്യത്തില്ല. അതുകൊണ്ട് സോ ക്ലോസപ്പ് ആക്സസറീസ് ഇൻക്ലൂഡ് 1:1 അഡാപ്റ്റേഴ്സ്, അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ ട്യൂബ്സ്, പിന്നെ റിവേഴ്സിംഗ് റിങ്, ക്ലോസപ്പ് ഫിൽറ്റർ. ഇതൊക്കെയാണ് ക്ലോസപ്പ് ലെൻസ് ആക്സസറീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്ലോസപ്പ് ലെൻസ് യൂസ് ചെയ്യാം നമുക്ക് നോർമൽ ലെൻസിന് പകരമായിട്ട് ഫോട്ടോസ് ക്ലോസപ്പിൽ എടുക്കാനായിട്ട്. സോ ഇതാണ് ക്ലോസപ്പ് ലെൻസ്. ആ ലെൻസിന്റെ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. നെക്സ്റ്റ് ഫിൽറ്റേഴ്സ്. സോ ഫിൽറ്റേഴ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഫിൽറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. എന്താ പറയുക, ലെൻസിന്റെ മീതെ നമുക്ക് ഇതുപോലെ ഇപ്പൊ ഇതിൽ കാണുന്ന പോലെ ലെൻസിന്റെ മീതെ നമുക്ക് ഫിൽറ്റേഴ്സ് പല കളറിലുള്ള ഫിൽറ്റേഴ്സ് കിട്ടും. സോ നമുക്ക് ഈ നമ്മൾ എടുക്കുന്ന ഇമേജിനെ മോഡിഫൈ ചെയ്ത് കാണാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫിൽറ്റേഴ്സ്. സോ പോളറൈസിങ് ഫിൽറ്റർ ഉണ്ട്. പോളറൈസിങ് ഫിൽറ്റർ ആണ് നമ്മൾ എന്താ പറയുക ഫോട്ടോഗ്രാഫിങ്ങിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ വാട്ടറിലൊക്കെ ഫോട്ടോസ് എടുക്കാനായിട്ട് പോളറൈസിങ് filter use ചെയ്യും. So a polarizing filter is oftenly required for photographing through glass and into water. വാട്ടറിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താ പോളറൈസിങ് ഫിൽറ്റർ. അതുപോലെ കളർ ഫിൽറ്റേഴ്സ് ഉണ്ട്. കളർ ഫിൽറ്റേഴ്സ് അതായത് റെഡ്, ഓറഞ്ച്, യെല്ലോ, ബ്ലൂ, നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാം, ഗ്രീൻ, ഇതൊക്കെയാണ് കളർ ഫിൽറ്റേഴ്സ്. സോ ഈ കളർ ഫിൽറ്റേഴ്സ് ഒക്കെ എന്താ പറയുക എടുക്കാൻ വേണ്ടിയിട്ട് മീൻസ് പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെൻസിൻ്റെ മീതെ വെക്കും. അതാണ് ഈ ടൈപ്പ് ഫിൽറ്റേഴ്സ്. നെക്സ്റ്റ് ഇലക്ട്രോണിക് ഫ്ലാഷ്.
സോ ഇലക്ട്രോണിക് ഫ്ലാഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫോട്ടോഗ്രാഫേഴ്സിലൊക്കെ ഒന്നില്ലെങ്കിൽ ക്യാമറയുടെ മീതെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. സോ അതാണ് ഇലക്ട്രോണിക് ഫ്ലാഷ്. ഇത് നമുക്ക് ലൈറ്റ് എക്സ്പോസർ അത്രയും ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് നൈറ്റിലോ അല്ലെങ്കിൽ ഇൻഡോർസിൽ തന്നെ ഡാർക്ക് ഏരിയ ഒക്കെയാണ്, ലൈറ്റ് അധികം ഇല്ല, അല്ലെങ്കിൽ നൈറ്റിലാണ് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്ലാഷ് യൂസ് ചെയ്യാം. സോ ഇലക്ട്രോണിക് ഫ്ലാഷ് എസ്പെഷ്യലി വിത്ത് TTL exposure measurement provides additional light that is often needed when photographing indoors, അതേപോലെ തന്നെ outdoors when it is night, അതല്ലെങ്കിൽ filling in shadows in bright daylight scenes for lighting എവിഡൻസിന് ലൈറ്റിംഗ് ചെയ്യാനും നൈറ്റിലും അതേപോലെ തന്നെ ലൈറ്റ് ഇല്ലാതെ ഡാർക്ക് ഏരിയസിലൊക്കെ കറക്റ്റ് ആയിട്ട് പിക്ചർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇലക്ട്രോണിക് ഫ്ലാഷ് യൂസ് ചെയ്യും. നെക്സ്റ്റ് ഈസ് റേഡിയോ ട്രിഗർ. റേഡിയോ ട്രിഗർ അല്ലെങ്കിൽ ഇതിനെ പറയുന്നതാണ് റിമോട്ട് സിങ്ക് കോഡ് ഫോർ ഇലക്ട്രോണിക് ഫ്ലാഷ്. ഇത് എന്തിനു വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറേൻ്റെ മേലെ ഇലക്ട്രോണിക് ഫ്ലാഷ് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക ഇലക്ട്രോണിക് ഫ്ലാഷ് വെച്ചിട്ടാണ് മീൻസ് ഈ ഒരു റേഡിയോ ട്രിഗർ വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യിക്കുക. സോ എ റിമോട്ട് സിങ്ക് കോഡ് അലൗസ് ദ ഇലക്ട്രോണിക് ഫ്ലാഷ് ടു ബി ഓപ്പറേറ്റഡ് വെൻ ഇറ്റ് ഈസ് നോട്ട് മൗണ്ടഡ് ഓൺ ക്യാമറ. ഇത് നമുക്ക് ഇത് ക്യാമറയുടെ മുകളിൽ ഇലക്ട്രോണിക് ഫ്ലാഷ് ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഫിറ്റ് ചെയ്യാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഈ റിമോട്ട് സിങ്ക് കോഡ് അല്ലെങ്കിൽ റേഡിയോ ട്രിഗർ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫ്ലാഷിനെ ഓപ്പറേറ്റ് ചെയ്യിക്കാം. സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ റേഡിയോ ട്രിഗർ. ആൻഡ് മെനി ഫോട്ടോഗ്രാഫ്സ് എസ്പെഷ്യലി ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എവിഡൻസസ് which cannot be photographed with a flash mounted on the camera. So in that case we can use this radio trigger. ഈ റേഡിയോ ട്രിഗർ വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഫ്ലാഷിനെ വർക്ക് ചെയ്യിപ്പിക്കാം. സോ ദാറ്റ് ഈസ് വൺ. ദെൻ അഡീഷണൽ ക്യാമറാസ് ഉണ്ട്. സോ അഡീഷണൽ ക്യാമറ ഉണ്ടായിരിക്കും ഫോട്ടോഗ്രാഫിക് കിറ്റിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫ്ലാഷിന്റെ സീരീസ് ഉണ്ടായിരിക്കും കിറ്റിൽ, ഇത് കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും ക്രൈം സീൻ കിറ്റിൽ. ദെൻ നെക്സ്റ്റ് ആണ് ട്രൈപോഡ്. ട്രൈപോഡ് എന്തിനാ യൂസ് ചെയ്യാന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് ക്യാമറ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈപോഡ് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റഡി ആൻഡ് ലൈറ്റ് വെയ്റ്റ് ട്രൈപോഡ്സ് ആവശ്യമാണ് ഈ ക്രൈം സീൻ ഫോട്ടോഗ്രാഫി കിറ്റിൽ. ദേ ആർ നെസസറി ടു മേക്ക് ദ ക്യാമറ റെസ്റ്റ് ഓൺ എ സ്റ്റേഷനറി ലൊക്കേഷൻ. ഒരു സ്റ്റേഷനറി ലൊക്കേഷനിൽ അതിനെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈപോഡ് യൂസ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ചിട്ട് ക്യാമറനെ വെച്ച് ഫോക്കസ് ചെയ്യിപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കാം. സോ ദിസ് ഈസ് ഫെമിലിയർ ടു യു, ദിസ് ഈസ് ട്രൈപോഡ്. സോ എല്ലാ ഫോട്ടോഗ്രാഫി കിറ്റിലുള്ള സംഭവമാണ് ട്രൈപോഡ് എന്ന് പറയുന്നത്. ദെൻ ഡിജിറ്റൽ സ്റ്റോറേജ് കാർഡ്. സോ കുറേ ഫോട്ടോസ് എടുക്കേണ്ടതായിട്ട് വരും ക്രൈം സീനിൽ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എടുത്ത ഫോട്ടോസ് നമ്മളൊരു മെമ്മറി കാർഡിലേക്ക് മാറ്റിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമുക്ക് മെമ്മറി സ്റ്റോറേജ് ഷോർട്ടേജ് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എല്ലാ ഫോട്ടോസും എടുക്കാൻ പറ്റില്ല. സോ എടുത്ത ഫോട്ടോസിനെല്ലാം മെമ്മറി കാർഡിലേക്ക് മാറ്റിയിട്ട് എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് എ ലോട്ട് ഓഫ് ഫോട്ടോ ആൻഡ് സഫിഷ്യൻറ്റ് ഫോട്ടോ വാട്ട് വി നീഡ് വി ക്യാൻ ടേക്ക്. സോ അഡാക്വേറ്റ് മെമ്മറി കാർഡ്സ് വേണം, ക്യാമറയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡാക്വേറ്റ് മെമ്മറി കാർഡ്സ് വേണം. ഇത് എന്നാൽ മാത്രമേ നമുക്ക് കോപ്പി ഓഫ് ഇമേജസ് എടുത്തു വെക്കാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഫോട്ടോ ലോഗ് അല്ലെങ്കിൽ നോട്ട്ബുക്ക്, പെൻ, ഇതൊക്കെ കിറ്റിൽ ഉണ്ടാവുന്നതാണ്. അടുത്തതാണ് സ്കെയിൽ ആൻഡ് ടേപ്പ്. ടേപ്പും സ്കെയിലൊക്കെ യൂസ് ചെയ്യും. സ്കെയില് അതുപോലെ തന്നെ മെഷറിംഗ് ടേപ്പ് യൂസ് ചെയ്യും നമ്മൾ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് ലൈക്ക് 6 ഇഞ്ചിൻ്റെ 2 ആൻഡ് 36 ഇഞ്ച് ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് കൊണ്ട് നടക്കണം ലൈക്ക് ഇൻ ക്രൈം സീൻ കിറ്റിൽ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ABFO#2 സ്കെയിൽ. ഇതാണ് ആ സ്കെയിൽ. ഈ സ്കെയിലിനെയാണ് നമ്മൾ ABFO#2 സ്കെയിൽ എന്ന് പറയുന്നത്. സോ ഇത് ഫോട്ടോഗ്രാഫിക് ഇഞ്ചുറീസിന് ഫോട്ടോഗ്രാഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ABFO#2 സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫിക് ഇഞ്ചുറീസ്. So this is an extremely essential item which judge the actual size of the evidence by seeing the image of photograph. So ഇവിടെ ഒരു എവിഡൻസ്
സോറി, ഇവിടെ ഒരു എവിഡൻസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എവിഡൻസിന്റെ കറക്റ്റ് അളവ് നമുക്ക് മെഷർമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ABFO #2 സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ ആംഗിൾ ഫൈൻഡറും ഇതേപോലെ തന്നെ ഏത് ആംഗിളിൽ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത് എന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എവിഡൻസിനെ എന്നുള്ളതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സംഭവമാണ് ആംഗിൾ ഫൈൻഡർ എന്ന് പറയുന്നത്. So an angle finder is used to help position a camera for photographing certain types of evidence at the crime scene. അടുത്തതാണ് കളർ ചാർട്ട് അല്ലെങ്കിൽ കളർ കൺട്രോൾ പാച്ചസ് എന്ന് പറയും. കളർ ചാർട്ട് അല്ലെങ്കിൽ കളർ കൺട്രോൾ പാച്ചസ്. സോ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും, ഇതാണ് കളർ കൺട്രോൾ പാച്ചസ്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഏതാ കളർ മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. സോ കളർ ചാർട്ട് ഓർ കളർ കൺട്രോൾ കവറിങ്സ് ആർ വാല്യുബിൾ ഫോർ കളർ മെൻഷനിങ് ദി ഇഞ്ചറി ഫോട്ടോഗ്രാഫിയിലൊക്കെ കളർ മെൻഷൻ ചെയ്യാനുള്ള ഒരു കളർ പാച്ച് അല്ലെങ്കിൽ ഒരു കളർ ചാർട്ടാണിത്. ഇതുപോലെ തന്നെ നമുക്കൊരു 18% ഗ്രേ എന്ന് പറയുന്ന കാർഡുണ്ട്, 18% ഗ്രേ കാർഡ്. So ഇതിലും 18% ഗ്രേ കാർഡ് ഈസ് യൂസ്ഡ് ആസ് ആൻ എയ്ഡ് ഇൻ ഗെറ്റിംഗ് ആക്യുറേറ്റ് എക്സ്പോഷർ. സോ ഇതാണ് 18% ഗ്രേ കാർഡ്. ഇതുപോലത്തെ കാർഡ്സ് അവൈലബിൾ ആണ് ഫുൾ ഗ്രേ കളറിലുള്ളത്. സോ അത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 18% ഗ്രേ കാർഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻഡെക്സ് കാർഡ്സ് അല്ലെങ്കിൽ ഫെൽറ്റ് പെൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യും നമ്മൾ. ഫ്ലാഷ് ലൈറ്റ് ഡാർക്ക് ഏരിയസിലൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ഫ്ലാഷിന് പകരം നമ്മൾ ഫ്ലാഷ് ലൈറ്റ്സും യൂസ് ചെയ്യും. സോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും. സോ ഇതൊക്കെയാണ് ഒരു ക്രൈം സീനിലുള്ള ക്രൈം സീൻ ഫോട്ടോഗ്രാഫി കിറ്റിലുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. ക്യാമറ, ദെൻ നോർമൽ ലെൻസ്, വൈഡ് ആംഗിൾ ലെൻസ്, ക്ലോസപ്പ് ലെൻസ് ഓർ ക്ലോസപ്പ് ആക്സസറീസ്, filters, electronic flash, then index cards and felt pen, flashlight, then 18% grey card, the grey GRAY ആണ് ഗ്രേ കാർഡ്. അതേപോലെ തന്നെ റിമോട്ട് സിം കോഡ് അല്ലെങ്കിൽ നമുക്ക് റേഡിയോ ട്രിഗർ എന്ന് പറയാം. ദെൻ അഡീഷണൽ ക്യാമറ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫ്ലാഷ് സീരീസ്, ട്രൈപോഡ്, ഡിജിറ്റൽ സ്റ്റോറേജ് കാർഡ്സ്, ഫോട്ടോ ലോഗ്, നോട്ട്ബുക്ക് ആൻഡ് പെൻ, ദെൻ സ്കെയിൽ ആൻഡ് മെഷർ ടേപ്പ്, then ABFO #2 scale, angle finder, color chart or color control patches. So ഇതാണ് എസെൻഷ്യൽ ആയിട്ട് ഒരു ക്രൈം സീൻ ഫോട്ടോഗ്രാഫി കിറ്റിലുള്ള ബേസിക് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ ഈ സെക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സ്, ഭയങ്കര ഈസിയാണ് ഏതൊക്കെ എക്യുപ്മെന്റ്സ് എന്ന് പഠിക്കാനായിട്ട്. So this is a small session regarding this one. If you have any doubts, you can clear it. So we'll wind up and we'll meet in the next session. Thank you.